ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റിലെ തോൽവിക്ക് ശേഷം, ഇംഗ്ലണ്ടിൻ്റെ തോൽവിക്ക് ശേഷം ബെൻ സ്റ്റോക്സ് തുറന്നടിച്ചിരിക്കുകയാണ്. തോൽവിക്ക് കാരണം അമ്പയറുടെ തെറ്റായ തീരുമാനങ്ങളാണ് എന്നാണ് ബെൻ സ്റ്റോക്സിൻ്റെ വാദം പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ബെൻ സ്റ്റോക്സിൻ്റെ വാക്കുകൾ: 434 റൺസിനാണ് ഇംഗ്ലണ്ടിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ മുന്നോട്ട് വെച്ച 557 എന്ന കൂറ്റൻ വിജയലക്ഷ്യം മറികടക്കാൻ ഇംഗ്ലണ്ടിനായില്ല. ഇംഗ്ലണ്ടിൻ്റെ അമ്പേ പരാജയമായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു ദിവസത്തിൻ്റെ പകുതി മാത്രമേ അവർക്ക് ആ ഒരു ക്രീസിൽ നിലനിൽക്കാൻ സാധിച്ചുള്ളൂ എന്ന് കാണാൻ സാധിച്ചു ഈ ഒരു മത്സരത്തിനകത്ത്, രണ്ടാം ഇന്നിങ്സിനകത്ത്. അതുപോലെ തന്നെ ജയ്സ്വാളിൻ്റെ ഒരു ഉഗ്രൻ ബാറ്റിംഗ് പ്രകടനവും രണ്ടാമത്തെ ഡബിൾ സെഞ്ചുറിയും അദ്ദേഹത്തിന് കുറിക്കാൻ സാധിച്ചു. 2 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നായി 2 ഡബിൾ സെഞ്ചുറിയാണ് ഇപ്പോൾ ജയ്സ്വാൾ കുറിച്ചിരിക്കുന്നത്. മത്സരശേഷം ബെൻ സ്റ്റോക്സിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: DRCയിലെ പിഴവും തെറ്റായ അമ്പയറിംഗ് കോളുകളും തങ്ങൾക്ക് തിരിച്ചടിയായെന്ന തരത്തിലാണ് സ്റ്റോക്സ് സംസാരിച്ചത്. ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് പല ഭാഗത്തു നിന്നും സ്റ്റോക്സിനെതിരെ ഉയർന്നു വന്നത്. സാക് ക്രോളിയുടെ രണ്ടാം ഇന്നിങ്സിലെ LBW പുറത്തായതിന് കാരണം തെറ്റായ അമ്പയറിംഗ് കോളാണെന്ന് സ്റ്റോക്സ് ആരോപിച്ചു. അപ്പോൾ സ്റ്റോക്സ് ആരോപിച്ചത് തെറ്റായ അമ്പയറിംഗ് കോളുകൾ കാരണമാണ് ഇംഗ്ലണ്ട് വലിയൊരു തോൽവി ആഘാതം ഏറ്റുവാങ്ങിയത് എന്നുള്ള കാരണമാണ്. അമ്പയറാണ് ഞങ്ങളെ ചതിച്ചത്, ആ ഒരു തോൽവിക്ക് ആക്കാൻ കൂട്ടിയത് അമ്പയറുടെ ആ ഒരു LBW വിളിച്ചതാണെന്നാണ് ബെൻ സ്റ്റോക്സിൻ്റെ വാദം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബൈ.